വളരെയധികം നന്ദിയുണ്ട് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം പ്രതികരിച്ചതിന്. ഇപ്പോൾ സിജോ വി ജോൺ തുടരുകയാണ്. സിജോ, ഏറ്റവും പ്രധാനമായി നമുക്ക് അറിയേണ്ടത് ഈ മുരാരി ബാബുവും ഒപ്പം തന്നെ മറ്റുള്ള ആളുകളെല്ലാം തന്നെയും പത്മകുമാറിനെതിരെ മൊഴി നൽകിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ? അത്തരത്തിലുള്ള സൂചനകൾ വല്ലതും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടോ? ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത്, ഈ സ്വർണ്ണപ്പാളികളെ ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് പത്മകുമാറിന്റെ നിർദ്ദേശത്തിൽ എന്ന ഒരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. അത് കൃത്യമായ ഒരു നിർദ്ദേശം പത്മകുമാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ആദ്യഘട്ടം മുതലുള്ള ഗൂഢാലോചനയിൽ പത്മകുമാറിന് പങ്കുണ്ട് എന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നത്. നേരത്തെ തന്നെ തനിക്കിതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളൊരു വാദമാണ് പത്മകുമാർ ഉയർത്തിയിരുന്നത്. പക്ഷേ ഇതിനെ പൂർണ്ണമായും അന്വേഷണ സംഘം തള്ളുകയാണ്. അദ്ദേഹത്തിന്റെ പങ്ക് തെളിയിക്കുന്ന വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഉദ്യോഗസ്ഥരുടെ മൊഴി തന്നെയാണ്. നേരത്തെ അറസ്റ്റിലായ മുരാരി ബാബുവും അതോടൊപ്പം തന്നെ സുധീഷും ഒക്കെ നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് പത്മകുമാറിന് ഇക്കാര്യത്തിൽ കൃത്യമായ പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ് നൽകിയിരിക്കുന്നത്. അത്തരം ഒരു സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് SIT കടന്നു. അത് രേഖകൾ പരിശോധിച്ചപ്പോഴാണ് പല കാര്യങ്ങളിലും പത്മകുമാറിന്റെ ഇടപെടൽ ഉള്ളതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരിക്കുന്നത്. അത്തരം ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് കടത്തുകയും ചെയ്തിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാ ഒത്താശയും ചെയ്തു നൽകിയത് പത്മകുമാറാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിലും ചില സംശയങ്ങൾ അന്വേഷണ സംഘത്തിനുണ്ട്. അത്തരം ഇടപാടുകൾ സംബന്ധിച്ച് വിശദമായ പരിശോധനകളിലേക്ക് അന്വേഷണ സംഘം പോയി എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത്തരം ഒരു തെളിവുകൾ, ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് 4 മണിക്കൂർ നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിനൊടുവിൽ പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിരിക്കുന്നത്. പല ചോദ്യങ്ങൾക്കും പത്മകുമാറിന് മറുപടി ഉണ്ടായിരുന്നില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പല ചോദ്യങ്ങൾക്കും കൃത്യമായ തെളിവുകൾ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം അദ്ദേഹത്തോട് വിവരങ്ങൾ തേടിയത്. പക്ഷെ അതിനൊന്നും പലതിനും മറുപടി പറയാൻ പോലും പത്മകുമാറിന് കഴിഞ്ഞില്ല. അപ്പോൾ അത്രയ്ക്കും കൃത്യമായ തെളിവുകളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തു. ആ ഒരു സാഹചര്യത്തിലേക്കാണ് 4 മണിക്കൂർ നീണ്ടുന്ന ചോദ്യം ചെയ്യുന്നതിനൊടുവിൽ അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് കടക്കുന്ന അവസ്ഥ വന്നത്. സിജോ നൽകിയ ഏറ്റവും നിർണായകമായ വിവരമാണ്. ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് പത്മകുമാറിന്റെ നിർദ്ദേശത്തിൽ എന്നാണ് SIT സംഘത്തിന്റെ നിഗമനം. സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് പത്മകുമാറിന്റെ നിർദ്ദേശത്തിൽ. അതാണ് ഏറ്റവും നിർണായകമായ ഈ ഘട്ടത്തിൽ SIT കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിലും SITക്ക് സംശയമുണ്ട്. അതും SIT കൃത്യമായി തന്നെ അന്വേഷിക്കുന്നുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. പത്മകുമാറിന് കുരുക്കായത് ഉദ്യോഗസ്ഥരുടെ മൊഴിയെന്നും സിജോ തിരുവനന്തപുരത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മുരാരി ബാബുവും സുധീഷ് എന്നിവർ പത്മകുമാറിനെതിരെ മൊഴി നൽകിയിട്ടുണ്ട്. പോറ്റിക്ക് എല്ലാ ഒത്താശയും ചെയ്തു നൽകി എന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് പത്മകുമാറിന്റെ അറിവോടെയാണ് എന്നാണ് SIT സംഘത്തിന്റെ കണ്ടെത്തൽ. SIT സംഘത്തിന്റെ കണ്ടെത്തൽ ഇങ്ങനെ പറയുമ്പോൾ പോലും ഈ സ്വർണ്ണക്കൊള്ള വിവാദം തുടങ്ങിയ സമയത്ത് പത്മകുമാറിനോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അന്ന് ഇതിനെപ്പറ്റി അറിവില്ല, എല്ലാം ഉദ്യോഗസ്ഥർക്ക് മാത്രമായി അറിയാവുന്ന കാര്യങ്ങളാണ്, തനിക്കിതിനെപ്പറ്റി അറിവില്ല എന്ന് പറഞ്ഞ പത്മകുമാറിന്റെ വാദം പൂർണ്ണമായും SIT തള്ളിയിരിക്കുന്നു. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് പത്മകുമാറിന്റെ അറിവോടെയാണ് എന്നാണ് SITയുടെ കണ്ടെത്തൽ. സിജോ തുടരുന്നുണ്ട്. സിജോ, ഇനി വൈദ്യപരിശോധനയാണ് ഉള്ളത്. അറസ്റ്റിന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർണ്ണമായിട്ടുണ്ടോ? ഏറ്റവും പുതിയതായ വിവരങ്ങൾ സിജോയ്ക്ക് എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? അതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഈ പറയുന്ന അറസ്റ്റിലാകപ്പെടുന്ന ആരാണോ അയാളുടെ കുടുംബാംഗങ്ങളെ ഈ അറസ്റ്റ് വിവരങ്ങൾ അറിയിക്കേണ്ടതുണ്ട്. അങ്ങനെ കുടുംബാംഗങ്ങളെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ അറസ്റ്റിലാകുന്ന ആൾക്ക് പത്മകുമാറിന് നിയമസഹായം ലഭ്യമാക്കുന്നതിന് വേണ്ടി അഭിഭാഷകനുമായി സംസാരിക്കാനുള്ള അവസരമുണ്ട്. അങ്ങനെ ഇവർ പറയുന്ന അഭിഭാഷകനുമായി ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അത്തരം നടപടികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ചില സാങ്കേതികപരമായ മറ്റു നടപടികൾ കൂടി പൂർത്തിയാക്കാനുണ്ട്. അതിനുശേഷം വൈകാതെ തന്നെ പത്മകുമാറിനെ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കും. തുടർന്ന് അന്വേഷണ സംഘം മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കാനാണ് സാധ്യത. കാരണം ഇനി അറസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്നതനുസരിച്ച് 1 മണിക്കൂറെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാം വൈദ്യപരിശോധനയൊക്കെ പൂർത്തിയാക്കുന്നത്. അങ്ങനെ
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നീട് കൊല്ലത്ത് എത്തുന്നത് ഈ കോടതി ടൈം കഴിഞ്ഞതിന് ശേഷമാകും. അങ്ങനെയാണെങ്കിൽ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കാനാണ് തീരുമാനിക്കുക. ഒരുപക്ഷെ ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള സാധ്യത കുറവാണ്. പിന്നീട് വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം കടക്കേണ്ടതുണ്ട്. ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് 4 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മൊഴികൾ അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട രേഖകളിലേക്ക് പരിശോധനകൾക്ക് അന്വേഷണ സംഘത്തിന് കടക്കേണ്ടതുണ്ട്. അത്തരം പരിശോധനകൾ പൂർത്തിയാക്കിയതിനു ശേഷം വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം കടക്കാനാണ് സാധ്യത. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എൻ വാസുവിനെയൊക്കെ അറസ്റ്റ് ചെയ്തതിനു ശേഷം കസ്റ്റഡിയിൽ വാങ്ങിയതുപോലെ 1-2 ദിവസങ്ങൾക്ക് ശേഷം കസ്റ്റഡിയിൽ വാങ്ങാനാണ് സാധ്യത. ഈ പത്മകുമാറിനെയും അതോടൊപ്പം തന്നെ വാസുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം ഈ ഇടപാടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരിക്കുന്ന, ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയിലുണ്ടായിരുന്ന 2 പേരാണ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ എ പത്മകുമാർ, അതോടൊപ്പം തന്നെ ദേവസ്വം കമ്മീഷണറായിരുന്ന വാസു. അപ്പോൾ അവർ 2 പേരെയും ഒരുമിച്ച് ചോദ്യം ചെയ്താൽ ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിലേക്ക് കൂടുതൽ പങ്കിനെ സംബന്ധിച്ച് വ്യക്തത വരുമെന്നാണ് അന്വേഷണ സംഘം കണക്കുകൂട്ടുന്നത്. അത്തരം നടപടികളുമായിരിക്കും SIT ഇനി മുന്നോട്ട് പോവുകയും ചെയ്യുക. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി പത്മകുമാർ മാത്രമല്ല, അന്നത്തെ ദേവസ്വം ബോർഡെങ്കിൽ 2 അംഗങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അവരുടെ മൊഴിയെടുപ്പ് നേരത്തെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇവർക്കും ഈ തരത്തിൽ എന്തെങ്കിലും ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ മറ്റംഗങ്ങളിലേക്കും കൂടി അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കും. അതിനുശേഷം അവരുടെ അറസ്റ്റിലേക്കും അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. എന്തായാലും പത്മകുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ സ്വർണം എന്നത് ചെമ്പെന്ന് രേഖപ്പെടുത്തിയെന്ന് സംബന്ധിച്ച് അന്വേഷണ സംഘത്തിന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം തന്നെ പത്മകുമാർ തമ്മിൽ ചില സാമ്പത്തിക ഇടപാടുകൾ നടന്നതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിക്കുകയും ചെയ്തിരുന്നു. അത്തരം ഒരു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നേരത്തെ മുരാരി ബാബുവും സുധീഷും ഒക്കെ നൽകിയ മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിൽ കൃത്യമായ രേഖകൾ കൂടി പരിശോധിച്ചതിന് ശേഷമാണ് അന്വേഷണ സംഘം എ പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് കടക്കുകയും ചെയ്തത്.